ഞാനിപ്പോൾ ഉള്ളത് ദേശാടൻ ഇക്കോ വാലി റിസോർട്ടിലാട്ടോ. നിങ്ങൾ കാന്തല്ലൂർ സ്റ്റേ തപ്പുമ്പം ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ് അല്ലെങ്കിൽ ലിസ്റ്റഡ് പ്ലേസസ് ആയത്. ഇതിൽ ഗൂഗിളിന്റെ റിവ്യൂ എന്ന് പറയുന്നത് 4.6 ആണ്. ബാക്കി റിവ്യൂസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്. അങ്ങനെ ഞാൻ സ്റ്റേ ഇവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എനിക്ക് കിട്ടിയത് മൗണ്ടൻ വ്യൂ റൂംസ് ആണ്. 3 മൗണ്ടൻ വ്യൂ റൂമും 2 മഡ് ഹൗസും ഉള്ളത്. മൗണ്ടൻ വ്യൂ റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിവിശാലമായ ഷോറൂം, നിങ്ങൾക്ക് ഇരുന്ന് ഫുട്ബോൾ കളിക്കാനുള്ളൂ, അത്രയും വലുപ്പമുണ്ട്. പുറത്ത് ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ അടിപൊളി തന്നെയാട്ടോ. എന്തുകൊണ്ടാണ് ഇതിനെ മൗണ്ടൻ വ്യൂ റൂം എന്ന് പറയുന്നത് അവിടെ കയറിയാലേ മനസ്സിലാവും. പിന്നെ ഞാനിത് booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. എനിക്ക് 4000 rupees ആണ് ഇതിന്റെ ചാർജ് വന്നത് ഫോർ 1 night സ്റ്റേ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഈ 3 ആണ് മൗണ്ടൻ വ്യൂ റൂംസ് വരുന്നത്. പിന്നെ റേറ്റിന്റെ കാര്യം എനിക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. വിത്ത് എന്താ പറയുക, സീസണും ആൾക്കാരുടെ ഓക്യുപ്പൻസി അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ടെന്ന ലാസ്റ്റ് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ എൻറ്റയർലി ഈ മഡ് ഹൗസ് ആയാലും മൗണ്ടൻ വ്യൂ റൂം ആയാലും ചെയ്തിരിക്കുന്ന പ്ലാസ്റ്ററിങ് മഡ് കൊണ്ടാണ്. അതുകൊണ്ട് ക്ലൈമറ്റ് നല്ല കൂളാണ് കേട്ടോ. ഇതാണ് മൗണ്ടൻ വ്യൂ റൂമിന്റെ എക്സ്റ്റീരിയർ വ്യൂ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് മൗണ്ടൻ വ്യൂ റൂമിന്റെ വ്യൂ കിട്ടുക. ഇതിന്റെ താഴെ തന്നെ റാബിറ്റ്സിനെ കുറെ കേജിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഇത്രയും റാബിറ്റ്സിനെ നല്ല വൃത്തിയിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു വൃത്തികെട്ട മണോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ മഡ് ഹൗസ്. ഞാൻ ജസ്റ്റ് ഈ ഒരു വ്യൂ മാത്രം കാണിച്ചു തരാം, കാരണം ഒക്യുപ്പൈഡ് ആണ്. അതിനെ കൊണ്ട് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ. ഈ കാണുന്നതാണ് ഇവരെ റെസ്റ്റോറൻറ്റ്. ഈ വൈക്കോൽപുര എന്ന് പറയുന്ന പഴയകാല വീടുകൾ അനുസ്മരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നിലന്ന് പറയുകയാണെങ്കിൽ പ്യുവർലി മണ്ണ് മെഴുകിയ തന്നെയാണ്. അപ്പം മേശയും കസേലയും ഒക്കെ ചെയ്തിരിക്കുന്നത് വുഡ് കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. ഇവരുടെ സ്റ്റാഫ് എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, എന്ത് കെയർ എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പ്ലസന്റ് ഫീലിംഗ് തന്നെയാണ്. ഞാൻ ഫിഷ് കറി മീൽസാണ് ട്രൈ ചെയ്തത് ഉച്ചക്ക് എത്തിയപ്പം. പിന്നെ പാർക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ 5 ഫാമിലീസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റിയൊരു പാർക്കിംഗ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ വ്യൂവും അടിപൊളിയാണ്. നിങ്ങൾ ഇനിയിപ്പം എന്താ പറയുന്നത്, കാന്തല്ലൂർ വരുന്നുണ്ടെങ്കിൽ ദേശാടൻ ഇക്കോ വാലി റിസോർട്ട് നല്ലൊരു ഓപ്ഷനാണ്. കാരണം റിവ്യൂ വൈസും അടിപൊളിയാണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലേസ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയൂ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.